സ്വർണം കെട്ടത് LDF അല്ലാതെ മറ്റാരാ? പെൻഷൻ മുടക്കിയത് LDF അല്ലാതെ മറ്റാരാണ്? പരീക്ഷ താമസിപ്പിച്ചത് LDF അല്ലാതെ മറ്റാരാണ്? എന്റെ പൊന്നു സുഹൃത്ത്, ഒരു ഉളുപ്പുമില്ലാതെ ഈ കോൺഗ്രസിന്റെ ഈ നേതാവ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടല്ലോ ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് നോക്കിയ ഉള്ള രോമം ഇവരെ നുണ പറച്ചിൽ കേട്ട് നീച്ചുന്നു. പെൻഷൻ മുടക്കിയത് ആരാന്ന്? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ കോൺഗ്രസ്സുകാർ വെറും 600 രൂപ പെൻഷൻ ഉണ്ടാകുന്നത് എത്രയോ മാസം കൊടുക്കാതിരുന്നിട്ട് അവസാനം LDF ഗവൺമെന്റ് വന്ന് വിത്തിൻ 1 മന്തിനുള്ളിലാണ് ആ മുടങ്ങിയതും ഇപ്പൊ കൊടുക്കാതെ എല്ലാം കൂടിയിട്ട് ഒരു വലിയ തുക ഈ പാവങ്ങൾക്ക് കൊടുത്തത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്നിരിക്കെ ഇങ്ങനെ ഉളുപ്പ് കെട്ട രീതിയിൽ നുണ പറയാൻ കോൺഗ്രസ്സുകാരൊക്കെ സാധിക്കുമെന്നുള്ള ഒന്ന് കണ്ടോക്കി. അയ്യപ്പന്റെ സ്വർണം കെട്ടത് LDF അല്ലാതെ മറ്റാരാ? പെൻഷൻ മുടക്കിയത് LDF അല്ലാതെ മറ്റാരാണ്? പരീക്ഷ താമസിപ്പിച്ചത് LDF അല്ലാതെ മറ്റാരാണ്? ആരോഗ്യരംഗത്ത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇനി അയ്യപ്പന്റെ സ്വർണം കെട്ടത് LDF അല്ലാതെ ആരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ മുമ്പിലേക്ക് ഒരു ഫോട്ടോ വരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ കഴിയും കേട്ടോ. ഇതില് സോണിയാഗാന്ധി ഉണ്ട്. അയ്യപ്പന്റെ സ്വർണം കട്ട് കൊണ്ടുപോയി എന്ന് പറയുന്ന ആ പോറ്റി അതാ നിൽക്കുന്നു. ഇപ്പുറത്ത് വെളുത്ത ഷർട്ട് ഇട്ടിട്ട് നിൽക്കുന്ന ആള് ആ സ്വർണം വാങ്ങിച്ച ഒരാളാണ്. ഇനി ഇതിന്റെ ഇടയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. കോൺഗ്രസ് നേതാക്കൾ അല്ലാതെ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ എവിടെ പോലും നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കാണാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നിങ്ങൾക്ക് 1% പോലും കാണാൻ കഴിയില്ല. നോക്കിയേ, ഈ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ ചരട് കെട്ടിക്കൊടുക്കുന്നു. ജപിച്ച എന്തോ ചരടാണത്ര ഈ പോറ്റി കെട്ടിക്കൊടുക്കുന്നത്. ഈ ജപിച്ച ചരട് കെട്ടിക്കൊടുക്കുന്ന ആളുടെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ്സുകാരൻ നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? ഇയാൾ കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ? പറയ്, ഇയാൾ കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അയാൾ കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ സ്വർണം കട്ടവൻ, കട്ടിട്ട് അത് വാങ്ങിച്ചവൻ, കക്കാൻ വേണ്ടി സഹായിച്ചവൻ, ആ കട്ടവനെ കൊണ്ടുപോയിട്ട് സോണിയാഗാന്ധിയെ കാണിപ്പിച്ചൻ, സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണമാണ് വെള്ളിയാണ് ഇനി വെറും മഞ്ഞച്ചാരടാണ് കെട്ടിക്കൊടുക്കുന്ന ഒരു പിടുത്തമില്ല. ഇതൊക്കെ ചെയ്തത് കോൺഗ്രസ് ആണ് എന്നിരിക്കെ ഒരു ഉളുപ്പമില്ലാതെ ഇവർക്ക് ഇതെങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അയ്യപ്പന്റെ സ്വർണം കെട്ടത് LDF അല്ലാതെ മറ്റാരാ? പെൻഷൻ മുടക്കിയത് LDF അല്ലാതെ മറ്റാരാണ്? പരീക്ഷ താമസിപ്പിച്ചത് LDF അല്ലാതെ മറ്റാരാണ്? എന്താണല്ലേ ആ താളം നോക്ക്, മറ്റാരാണ്? അതല്ലാതെ ആരാണ്? അതങ്ങനെ ചെയ്ത് ഇയാളല്ല പിന്നെ ആരാണ്? ഇങ്ങനൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞാനൊക്കെ പലപ്പോഴും വിചാരിക്കാറുള്ളത്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ്. ഒരു സംശയം വേണ്ട. നമ്മള് ഉത്തരേന്ത്യ മുതൽ നോക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കി വീഴുന്നത് കർണാടക വരെ എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ കോൺഗ്രസ്സുകാർ മിക്ക ആൾക്കാരും ഈ പിന്നീട് BJPക്കാരായിട്ട് മാറുന്ന സുന്ദരമായ കാഴ്ച കാണാൻ കഴിയും. ഇവരൊക്കെ കുടുംബത്തേക്ക് ഒരു ED വന്ന് കയറിയാൽ മതി, അടുത്ത നിമിഷം വരെ എന്തായി മാറും? കോൺഗ്രസ്സുകാരെ മാറും. ഇനി അങ്ങനെ മാറിപ്പോയതാണെന്ന് അറിയില്ല. ഇതാ ഈ ചേച്ചി. ഇന്ന് K. കരുണാകരൻ എന്നൊരു വലിയ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ ഇത്തരത്തിലൊരു പാർട്ടി മാറ്റം ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാകുമായിരുന്നോ? ഞാൻ അച്ഛനെ കൂടി കൊണ്ടിരുന്നു. അച്ഛനെ കൂടി ഉണ്ടെങ്കിൽ ഒരു ധൈര്യമുള്ളൂ. അച്ഛനും അടുത്തിരുന്നു കോൺഗ്രസ്, ഭയങ്കരമായിട്ടും അടുത്തിരുന്നു. അച്ഛന്റെ വിഷമങ്ങൾ കണ്ടാണ് എനിക്ക് ആ പാർട്ടിയോട് തന്നെ ദേഷ്യം വന്നു തുടങ്ങിയത്. അച്ഛനെ ഒറ്റപ്പെടുത്തി വേദനിപ്പിച്ചു. അപ്പൊ അമ്മ മരിച്ചിട്ട് 17 കൊല്ലം അച്ഛനെ ഞാനാ നോക്കിയിരുന്നത്. അപ്പൊ അച്ഛന്റെ ഓരോ ഇതും എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞ ആ പാർട്ടിയോട് ആദ്യം എനിക്ക് ദേഷ്യം തുടങ്ങി. പിന്നെ ഇവിടെ ഇട്ട് എന്നെ ചവിട്ടിയതും എല്ലാം. അപ്പൊ ഒരു 17 കൊല്ലത്തെ ബന്ധമാണ് നമ്മുടെ പത്മജ വേണുഗോപാലിന് നമ്മുടെ ഏവരും ബഹുമാനിക്കുന്ന കരുണാകരത്ത് പറയുന്ന നേതാവ് തീർച്ചയായിട്ടും BJPയിലേക്ക് മാറുമെന്നൊക്കെ തോന്നിപ്പിക്കുന്നത്. BJPയിലേക്ക് തീർച്ചയായിട്ടും കരുണാകരൻ മാറുമെന്നാണ് പത്മജിയും പറയുന്നത്. എന്തൊരു വർത്തമാനം ആലോചിച്ചൊക്കെ. ആ മനുഷ്യനൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനൊക്കെ മടൽ വെട്ടി പടക്കുന്നതായിരിക്കും. കരുണാകരൻ ഒരു കാരണവശാലും കോൺഗ്രസ് മാറില്ല എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത് കേട്ടോ. 1% പോലും ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പോലും വിശ്വസിക്കില്ല, എന്തിനേറെ കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കില്ല. ഇനി ഇവരെ തന്നെ ഒരു ബന്ധു പറയുന്നൊരു വർത്തമാനം കേൾക്കണേ. അല്ല, ആന്റി അങ്ങനെ വിട്ടുപോയതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ ഒരു സങ്കടം ഉണ്ടാകുന്ന, ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു ആന്റി. പത്മജ വേണുഗോപാൽ ഇപ്പോൾ ആ രാഷ്ട്രീയം വിട്ട് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് നിൽക്കുന്നു, മത്സരിക്കുന്നു, എങ്ങനെ കാണുന്നു അതിനെ? അല്ല, ആന്റി അങ്ങനെ വിട്ടുപോയതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ ഒരു സങ്കടം ഉണ്ടാകുന്ന, ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു ആന്റി. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു
നമ്മൾ പറയില്ല, നമ്മൾ ഐഡിയോളജി വെച്ച് ഒട്ടും ബന്ധമില്ലാത്തൊരു പാർട്ടിയിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും തെറ്റ് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ആന്റി എന്ന് പറയുമ്പോൾ ഇവരെ ബന്ധുവാണ്. ആന്റി എന്ന് പറയുന്ന പത്മജ വേണുഗോപാൽ തീർച്ചയായിട്ടും തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തും. ഞാനും വിശ്വസിക്കുന്ന അങ്ങനെയാണ് കേട്ടോ. ഇവർക്ക് ഈ പറയത്തക്ക ബഹുമാനമൊന്നും ഈ പറയുന്ന BJP ഇവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പം ഇവർ തിരിച്ച് തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് തന്നെ വരും. അപ്പോഴും ഈ കോൺഗ്രസ് ചില ഉളുപ്പുകെട്ട വർത്തമാനങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളതാണ്. കണ്ടുനോക്കി. അയ്യപ്പന്റെ സ്വർണം കെട്ടത് LDF അല്ലാതെ മറ്റാരാ? പെൻഷൻ മുടക്കിയത് LDF അല്ലാതെ മറ്റാരാണ്? പരീക്ഷ താമസിപ്പിച്ചത് LDF അല്ലാതെ മറ്റാരാണ്? പിന്നെ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ LDF ആയിരുന്നല്ലോ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നത്. എന്ത് ചെയ്യാൻ കഴിയും സുഹൃത്തുക്കളെ? എനിക്കിത് കാണുമ്പോഴേ ഒരു ആവശ്യമില്ലാതെ ഫ്രസ്ട്രേഷൻ വരുന്നു. ഞാൻ നിർത്തുന്നു. ബൈ.